നമസ്കാരം എല്ലാവർക്കും. തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നല്ലേ, പ്രിയപ്പെട്ടവരുടെ കൂടെ സമാധാനമായിട്ട് കുറച്ചു നേരം ഇരിക്കാൻ, അല്ലേ? ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. വീട്ടിലെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും ചിരിയും മാത്രം നിറഞ്ഞൊരു ദിവസം. രേഷ്മാസ് ഡയറിയിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ചിക്കൻ കറിയാണ് നമ്മുടെ വീട്ടിൽ രാവിലെ വെക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ എന്ന് മാത്രമല്ല, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ചിക്കൻ കറി. ഇവിടെ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചയൂണിനായാലും എന്തിനായാലും വേറെ കറി അതിൻ്റെ കൂടെ പോവില്ല. ചിക്കൻ കറി മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ വേറെ എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റായി പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി അങ്ങ് വെക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ആണെങ്കിൽ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കുക്കറിനകത്ത് വെച്ച് ഒരൊറ്റ വിസിലടിക്കാന്നുണ്ടെങ്കിൽ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ കരുതിയെന്നാൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാം. കാരണം ഇന്ന് എല്ലാവരും ഉണ്ടെന്ന് പറയാൻ കാരണം അണ്ണൻ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല. നിങ്ങളുടെയൊക്കെ നാടുകളിൽ സർവേക്ക് വന്നോ? റീസർവേക്ക്. നമ്മുടെ ഇവിടെയൊക്കെ റീസർവേക്ക് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റീസർവേക്ക് വന്നതുകൊണ്ട് വീട്ടിൽ ഇതിൻ്റെ വസ്തുവിൻ്റെ കല്ലൊക്കെ എവിടെ കിടക്കുന്നതെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ വീട്ടിൽ നിന്നിട്ടുള്ളതല്ലേ ഉള്ള കാര്യം. എനിക്കറിയില്ല. അതുകൊണ്ടാണ് പിന്നെ അണ്ണൻ ഇന്ന് പോവാതെ നിന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസമാണെന്ന്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ചിക്കൻ അവിടെ വെന്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് ചിക്കൻ കറിക്ക് അതൊട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർത്തത്. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്ന പൊടികൾ, ഗരം മസാല എല്ലാ പൊടികളും ചേർത്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ പൊടിയുടെ കൂട്ടത്തിൽ ചേർത്ത് ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് അടുപ്പയിൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ അരച്ച് ഒന്നും കൂടി ആ മസാലയും തേങ്ങ വറുത്തതും എല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ വഴണ്ട് വന്ന് നമ്മുടെ സവാളയും എല്ലാം ഉണ്ടല്ലോ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. സവാളയും പച്ചമുളകും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ സവാളയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനും കൂടി അതിനകത്ത് തട്ടിയിട്ട് പിന്നെ അതിൻ്റെ വെള്ളമില്ല കേട്ടോ. വെള്ളം ഇവിടെ ഒരാൾ ഊറ്റിക്കൊണ്ടുപോയി പാർത്തൻ. ചിക്കനായാലും ബീഫായാലും ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അതിൻ്റെ വെള്ളം വേണമെന്നും പറഞ്ഞ് അവൻ വാങ്ങിച്ച് കുടിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് കൊടുത്തു. പിന്നെ എനിക്കൊരാൾ ചോക്കോസിൻ്റെ ചോക്കോ ചിപ്സോ അങ്ങനെയാണ്ട് പറയുന്ന എന്തോ ഒരു സാധനമാണ് കേട്ടോ. അതെനിക്ക് കൊണ്ടു തന്നു. കടയിലെങ്ങാണ്ട് പോയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ അവനും കഴിച്ചു. കൂട്ടത്തിൽ എനിക്കും തന്നതാണ് കേട്ടോ. അമ്മ കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്കും കൊണ്ട് തന്നെയാണ്. ഞാൻ അവന് കൊടുത്തു. അപ്പം പുള്ളിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു എന്ന്. അങ്ങനെ പിന്നെ എന്തായാലും നമുക്ക് രാവിലെ ഇന്ന് അപ്പമായിരുന്നു. അപ്പോൾ അപ്പത്തിന് കോമ്പിനേഷനായിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. എല്ലാവരും ചിക്കൻ കറിയൊക്കെ തന്നെ, ചിക്കൻ കറിയും ചമ്മന്തി ഉണ്ടായിരുന്നു, തോരൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിക്കൻ കറിയും കൂട്ടിയാണ് കഴിച്ചത്. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. ഇതിൻ്റെ മണം നല്ല അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മുടെ അയ്യത്തുനിന്ന് പറിച്ച മാങ്ങയാണ്. അയ്യത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് പറിച്ച മാങ്ങയാണ്. പിന്നെ പഴുത്ത മാങ്ങയും ഉണ്ട്. അപ്പോഴത്തേക്കിനും അണ്ണൻ വന്നു. അണ്ണന് അളവൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ താരം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു മണവും പുളിയും മധുരമൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഒന്നും പറയണ്ട, ഞാനിത് പഞ്ചസാര പോലും ഇടാതെയാണ് കഴിച്ചത്. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട്, ഇതാണ് താരം കേട്ടോ. ഒന്നും പറയണ്ട. ഇത് നല്ല മണവും മധുരവും പുളിയും എല്ലാം ചേർന്നിട്ട് ഇത് നന്നായിട്ട് പഴുത്ത ആയതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് പഞ്ചസാര ചേർക്കാതെ തന്നെ കഴിക്കാൻ പറ്റി. സൂപ്പറായിരുന്നു. ഈ ഒരു സീസണിൽ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും പാഷൻ ഫ്രൂട്ടും ഒന്നും കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് നാട്ടുംപുറത്തുകാരിയാണ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പഴുത്ത മാങ്ങ ചെത്തി ജ്യൂസ് അടിച്ചിട്ട് ഒരു ടിന്നിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അത് ഷേക്കായിട്ടോ ജ്യൂസായിട്ടോ മാംഗോ ബോബ ജ്യൂസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ ചെത്തിയെല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. നേരം പോയതറിഞ്ഞില്ല. ഈ ചിരിയും സന്തോഷവും ഉണ്ടെങ്കിൽ എന്ത് സങ്കടവും നമുക്ക് മറക്കാമല്ലേ. സ്നേഹമുള്ള മനുഷ്യരും നമ്മളെ ചേർത്ത് പിടിക്കാൻ ഈ ഒരു കൂടും ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ജീവിതത്തിൽ എന്ത് വേണമല്ലേ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്.